കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ആര്യങ്കോട് എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ആര്യങ്കോട് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. ആദ്യം ആര്യങ്കോട് എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് പരിശോധിക്കാം. ഗൃഹനാമം സ്ഥലനാമമായി മാറിയ പ്രദേശമാണ് ആര്യങ്കോട്. മുക്കോലക്കൽ ജംഗ്ഷന് സമീപം മൈലച്ചൽ ഏലാപ്പുറത്ത് ഒരു ബ്രാഹ്മണ കുടുംബം പാർത്തിരുന്നു. ഇവരുടെ ഇല്ലം ആര്യങ്കോട്ട് മഠം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഊരാള സമിതിയുടെ ആര്യർ ആയിരുന്നു മനയിലെ കാരണവർ. ഈ മഠത്തിന് സമീപം ചെറിയൊരു പരന്ന പാറയുണ്ടായിരുന്നു. ഇവിടെയാണ് ചന്ത കൂടിയിരുന്നത്. ആര്യങ്കോട് മഠത്തിനടുത്തുള്ള ചന്തയായതിനാൽ നാട്ടുകാർ ആര്യങ്കോട് ചന്ത എന്നാണ് വിളിച്ചിരുന്നത്. ഒരു നാൾ ചിലർ ഈ ചന്തയിൽ മത്സ്യവില്പന നടത്താൻ ശ്രമിച്ചു. ഈ നീക്കത്തെ മഠത്തിലെ കാരണവർ ചെറുത്തു. മാത്രമല്ല ചന്ത തന്നെ മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് പാലന്തലയ്ക്കൽ 42 സെന്റ് സ്ഥലം വാങ്ങി ചന്ത അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു. അവിടെയാണ് ചന്ത ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. സ്ഥലം മാറിയെങ്കിലും ചന്തയുടെ നാമം മാറിയില്ല. ആര്യങ്കോട് ചന്ത എന്ന് തന്നെ തുടർന്നും നാട്ടുകാർ വിളിച്ചു. അതു പിന്നെ സ്ഥലനാമവും പഞ്ചായത്ത് നാമവും ഒക്കെയായി മാറി. അതിനു മുമ്പ് ഈ പ്രദേശങ്ങളെല്ലാം മൈലച്ചൽ എന്ന പൊതുനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ആര്യങ്കോട് ജംഗ്ഷൻ എന്ന് ഇന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പൂർവ്വനാമം പാലന്തലയ്ക്കൽ എന്നായിരുന്നു. അക്കാലത്ത് അമരവിള നിന്നും മണ്ണടിക്കടവ് വരെയും കാട്ടാക്കട നിന്ന് മണ്ഡപത്തിൻ കടവ് വരെയും മാത്രമേ റോഡുണ്ടായിരുന്നുള്ളൂ. വെള്ളറ എത്താൻ ധനുവച്ചോരം വഴി പാതയുണ്ടായിരുന്നു. പെരുങ്കടവിള, കീഴാറൂർ പ്രദേശങ്ങളിലുള്ളവർ വെള്ളറട, കോവില്ലൂർ പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ പാലിയോട്, മാട്ടാങ്കോട്, മാനൂർ വഴിയായിരുന്നു. ചെമ്പൂര് പ്രദേശത്തേക്കുള്ള ഏകപാത നെടുമങ്ങാട് ഷൊള്ളക്കോട് രാജപാതയുമായി ബന്ധിപ്പിക്കുന്ന ചെമ്പൂര് വലിയ വഴിയായിരുന്നു. അതായത് ആര്യങ്കോട് നിന്നും കിഴക്കോട്ട് യാത്രാ സൗകര്യം പരിമിതമായിരുന്നു. ഒരു ഉൾനാടൻ ഗ്രാമം എന്ന നിലയിൽ 1875 ഒരു കാവൽ മാടം ആര്യങ്കോട് സ്ഥാപിതമായി. 1809 തിരുവിതാംകൂർ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പിയാണ് കാവൽക്കാർ എന്ന പേരിൽ 200 പേരെ ഉൾപ്പെടുത്തി ക്രമസമാധാന പാലനത്തിന് ഒരു സേന രൂപീകരിച്ചത്. നെയ്യാറ്റിക്കര മണ്ഡപത്തിൻ വാതിക്കലിൽ ആദ്യ കാവൽമാടം ബാലരാമപുരത്താണ് സ്ഥാപിച്ചത്. ഇതിനു കീഴിലുള്ള ഔട്ട് പോസ്റ്റ് ആയിരുന്നു ആര്യങ്കോട് കാവൽമാടം. 2 പോലീസ് ശിപായിമാർക്കും ഒരു ഗുമസ്തനുമായിരുന്നു സ്റ്റേഷന്റെ ചുമതല. ഇവർക്കിവിടെ താമസ സൗകര്യം ഒരുക്കിയിരുന്നു. യാത്ര ചെയ്യാൻ സൈക്കിളും അനുവദിച്ചിരുന്നു. ഇന്നത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിസ്തൃതിയുള്ള പ്രദേശത്തിന്റെ ക്രമസമാധാനം ഈ 3 പേരുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. ഈ മേഖലയിലെ ഏക സർക്കാർ സംവിധാനവും ഈ കാവൽമാടമായിരുന്നു. പ്രജാക്ഷേമം മുൻനിർത്തി മഹാരാജാവ് നേരിട്ടെത്തി ദുരിത നിവാരണം നടത്തിയ പ്രദേശങ്ങളിൽ ഒന്നുകൂടെയാണ് ആര്യങ്കോട്. മലമ്പനി മൂലം നിരവധി പേർ മരിക്കുന്നു എന്ന വിവരമറിഞ്ഞ് കൊല്ലവർഷം 1112 മിഥുനം 6 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവും അമ്മ മഹാറാണിയും ആര്യങ്കോട് നേരിട്ടെത്തി. തിരുവിതാംകൂറിലെ അന്നത്തെ വലിയ ഡോക്ടർ കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു മെഡിക്കൽ സംഘവും മഹാരാജാവിനോടൊപ്പമുണ്ടായിരുന്നു. ആര്യങ്കോട് കാവൽമാടത്തിൽ വിശ്രമിച്ച മഹാരാജാവിനെ കാണാൻ പരിസര ഗ്രാമങ്ങളിൽ നിന്നും നിരവധി പേരെത്തി. അവശത അനുഭവിക്കുന്നവർക്കെല്ലാം മലമ്പനിക്ക് പ്രതിവിധിയായ കൊയിനയും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ഇതിനിടെ പൗരപ്രമുഖർ വെള്ളറടയ്ക്കും ആര്യങ്കോടിനും ഇടയിലുള്ള താമസക്കാർക്ക് റോഡ് സൗകര്യം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടെ റോഡ് നിർമ്മിക്കാൻ ഉടൻ തന്നെ രാജാവ് ഉത്തരവ് നൽകി. റോഡിൻ്റെ നിർമ്മാണ ചുമതല പൗരമുഖ്യരിൽ ഒരാളായ ചെമ്പൂര് മുട്ടിയറ പാഖ്യനാഥൻ നാടാരെ ഏൽപ്പിച്ചു. കേവല നാളുകൾ കൊണ്ട് നടപ്പാതയെ നാട്ടുകാർ റോഡാക്കി മാറ്റി. റോഡ് നിർമ്മാണത്തിന്
നേതൃത്വം നൽകിയ പാക്യനാഥൻ നാടാരുടെ സ്മരണാർത്ഥം പിന്നീട് ഈ റോഡിന് പാക്യനാഥൻ റോഡ് എന്ന് നാമകരണവും ചെയ്തു. കൊല്ലവർഷം 1118 AN സത്യനേശന്റെ ഉടമസ്ഥതയിലുള്ള 8 സീറ്റർ കരിവണ്ടി ചെമ്പൂര് വരെ സർവീസ് ആരംഭിച്ചു. ഈ റൂട്ടിൽ KSRTC സർവീസ് ആരംഭിക്കുന്നത് 1962 നാട്ടുചികിത്സയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന നാടുകൂടെയാണ് ആര്യങ്കോട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് 650ഓളം വൈദ്യന്മാരുണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഏതു രോഗത്തിനും ചികിത്സിക്കുന്നവരും ചില പ്രത്യേക രോഗങ്ങൾക്ക് മാത്രം ചികിത്സിക്കുന്നവരും മാട്ടുവൈദ്യന്മാരുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. വിഷവൈദ്യവും പേപ്പട്ടി വിഷ ചികിത്സയുമൊക്കെ നാട്ടുവൈദ്യത്തിൽ വലിയ പ്രചാരം നേടിയിരുന്നു. സ്ത്രീകളും ഈ രംഗത്ത് സജീവമായിരുന്നു. കുറ്റ്യാണിക്കാട് സ്വദേശിനി ശ്രീമതി ചെല്ലമ്മ ഇവരിൽ പ്രമുഖയായിരുന്നു. നെയ്യാറും ചിറ്റാറും സമൃദ്ധി വിളയിക്കുന്ന കാർഷിക ഗ്രാമം കൂടെയാണ് ആര്യങ്കോട്. മാത്രമല്ല, നെയ്യാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഇടതുകര കനാൽ കടന്നു പോകുന്നതും ആര്യങ്കോട്ടിലൂടെയാണ്. നെയ്യാർ കനാൽ മൈലച്ചൽ ഏല മുറിച്ചു കടക്കുന്ന തൊട്ടിപ്പാലം കൗതുകകരമായ കാഴ്ചയാണ്. അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെയ്യാർ തെക്ക് പടിഞ്ഞാറ് ദിശയിലൊഴുകി ഗതി പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുന്നതും ആര്യങ്കോട് എത്തുമ്പോഴാണ്. അമ്പൂരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിറ്റാർ നെയ്യാറിൽ പതിക്കുന്നത് ആര്യങ്കോടിന് സമീപം മൂന്നാറ്റുമുക്കിലാണ്. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.